ഈ ക്രിക്കറ്റിലെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഫ്ലൂക്കാണ്. അതായത് വൺസ് ഓർ ട്വൈസ് മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. ശരിക്കും അതായിരിക്കില്ല അവിടുത്തെ സംഭവം. അതായത് ഇപ്പോൾ ഒരു ടീം, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം ചിലപ്പോൾ ആദ്യത്തെ 1-2 മത്സരം തോക്കാം. ഒരു ഭയങ്കര വീക്ക് ടീം എല്ലാവരും സർപ്രൈസ് ചെയ്ത് ചിലപ്പോൾ ഒരു മാച്ചൊക്കെ ജയിച്ചേക്കാം. ഇതിനാണ് നമ്മൾ ഫ്ലൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂക്കിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായ 2 ടീംസാണ്, ഒന്ന് ലക്നൗവും ഒന്ന് മുംബൈയും. സോ മുംബൈ ഈസ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ടീം ഇൻ ദിസ് ടൂർണമെൻറ്റ്. പക്ഷേ ആദ്യത്തെ 2 മത്സരം അവർ തോറ്റു. ലക്നൗ ഈസ് വൺ ഓഫ് ദ വീക്കസ്റ്റ് ടീം ഇൻ ദിസ് ടൂർണമെൻറ്റ്, ബട്ട് സംഹൗ ദേ വോൺ ഇൻ വൺ ഓഫ് ദ 2 മാച്ചസ്. സോ ആ 2 ഫ്ലൂക്ക് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരമാണ് ഇന്നത്തെ. ഇറ്റ്സ് മാച്ച് നമ്പർ 16. ഇറ്റ്സ് ലക്നൗ വേഴ്സസ് മുംബൈ. മത്സരം നടക്കുന്നത് ലക്നൗവിൽ വെച്ചാണ്. സോ ഈ ലക്നൗ പിച്ച് ഓരോ മാച്ച് കഴിയുന്നതോറും കുറച്ചുകൂടി സ്ലോ ഡൗൺ ആയി വരുന്നൊരു ട്രെൻഡാണ് ലാസ്റ്റ് സീസൺ ഉണ്ടായിട്ടുള്ളത്. സോ ആ ഒരു സെയിം പാറ്റേൺ ഫസ്റ്റ് മാച്ചിൽ വിചാരിച്ച പോലെ തന്നെ ബോളിംഗ് ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു 170-180 റേഞ്ചാണ് വന്നത്. പക്ഷേ ഇന്നത്തെ മത്സരം കുറച്ചുകൂടി താഴത്തേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതൊരു 140-150 റേഞ്ചിലുള്ള ഒരു സ്കോറാണ് ഞാനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. റിഗാർഡിംഗ് ദ വിന്നർ, ഐ എം കംപ്ലീറ്റ്ലി എക്സ്പെക്ടിങ് മുംബൈ ടു വിൻ. ബിക്കോസ് ഒരു ഭയങ്കര ഡൊമിനൻറ്റ് പെർഫോമൻസ് ആയിരുന്നു മുംബൈയുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് മാച്ച് ഉണ്ടായിട്ടുള്ളത്. ലക്നൗ ബിക്കേം ലക്നൗ ലാസ്റ്റ് മാച്ച്. ലക്നൗവിനെ അങ്ങ് തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു സിമിലർ വേ, ഒരു 1-sided കോൺടെസ്റ്റ് വിത്ത് മുംബൈ വിന്നിംഗ് ആണ് ഞാനിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. റിഗാർഡിംഗ് ദ ടീംസ്, മുംബൈ ബോളേഴ്സ്, ഡെഫിനറ്റ്ലി മുംബൈ ബോളേഴ്സ് ട്രെൻഡ് ബോൾട്ടിന് എന്തായാലും എടുക്കുന്നത്. പ്രിറ്റി ഷുവർ ഹീസ് ഗോണ ടേക്ക് സം വിക്കറ്റ്സ് ഇൻ ദ പവർ പ്ലേ അഗെയിൻസ്റ്റ് ദ ഓപ്പണേഴ്സ്. മിച്ചൽ മാർഷും ആഡൻ മാർക്രം, ഇവർക്കെതിരെ ബോൾ വിൽ ബി എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മിച്ചൽ സാൻഡറിനെ മിസ്സാക്കാതിരിക്കുക. സോ അങ്ങനെ മുംബൈ ബോളേഴ്സിന് എന്തൊക്കെയായാലും എടുക്കുക ഇന്നത്തെ ടീമിൽ. So that's it, my prediction. What do you think? Let me know in the comments.